കളിയായാലും കാര്യമായാലും പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സമീപനം ഒരു വികാരപരമായ വിഷയമാണ്. കേവലം ഒരു ക്രിക്കറ്റ് മത്സരം എന്നതിനപ്പുറം അതൊരു രാജ്യത്തിന്റെ അഭിമാനത്തെയും സുരക്ഷയെയും ഭീകരവാദത്തിനെതിരായ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നു. സമീപകാലത്ത് നടന്ന ലെജൻഡ്സ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഈ നിലപാട് വീണ്ടും വ്യക്തമാക്കിക്കൊണ്ട് സെമി ഫൈനൽ പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യ വിസമ്മതിച്ച് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ തീരുമാനം ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിച്ചതിന്റെ തുടർച്ചയായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഈ നിലപാടിന് പിന്നിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട്. പഹൽഗാമിൽ അവധി ആഘോഷിക്കാനെത്തിയ 26 കുടുംബങ്ങളെ അനാഥമാക്കിയ ഭീകരാക്രമണം ഇന്ത്യയുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണ്. നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ക്രൂരതകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളോട് രാജ്യത്തിന്റെ രോക്ഷം കായിക രംഗത്തും പ്രതിഫലിക്കുന്നു. ഒരു വശത്ത് ദുരന്തം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, മറുവശത്ത് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു രാജ്യം. ഈ സാഹചര്യത്തിൽ അവരുമായി ഒരു കായിക മത്സരം പോലും കളിക്കുന്നത് രാജ്യത്തിന്റെ ധാർമ്മിക നിലപാടിന് നിരക്കാത്തതാണെന്ന് ഇന്ത്യ കരുതുന്നു. ഇന്ത്യയെ ഞെട്ടിച്ച സംഭവമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം. കാശ്മീരിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ അവധി ആഘോഷിക്കാനെത്തിയ നിരപരാധികളായ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം. ഈ ക്രൂരകൃത്യം 26 കുടുംബങ്ങളെയാണ് അനാഥമാക്കിയത്. പെട്ടെന്നുണ്ടായ ഈ ദുരന്തം രാജ്യത്തുടനീളം വലിയ ഞെട്ടലും വേദനയും ഉളവാക്കി. ഇത്തരം ഭീകരാക്രമണങ്ങൾ പലപ്പോഴും അതിർത്തിക്കപ്പുറത്തു നിന്ന് ഉള്ള പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്ക് നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതയാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും അതിന് ഒത്താശ ചെയ്യുന്നവരെയും ശക്തമായി നേരിടുക എന്ന നിലപാട് ഇന്ത്യ എന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ക്രിക്കറ്റ് കളിക്കളത്തിൽ ഇന്ത്യയുടെ തീരുമാനത്തെ നോക്കിക്കാണേണ്ടത്. കേവലം ഒരു കളി എന്നതിലുപരി അത് ഭീകരവാദത്തിനെതിരായ ഒരു പ്രതീകമായ പ്രതിഷേധം കൂടിയാണ്. രാജ്യത്തിന്റെ വേദനയും രോക്ഷവും ഉൾക്കൊണ്ടുകൊണ്ട് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യമായ സാധാരണ നിലയിലുള്ള ബന്ധം പുലർത്താൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത്. ലെജൻഡ്സ് ലോക ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രകടനം ഇത്തവണ ശ്രദ്ധേയമായിരുന്നു. പാകിസ്ഥാനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഗ്രൂപ്പ് ഘട്ടത്തിൽ 1ാം സ്ഥാനത്തിലാക്കിയ സെമിയിലേക്ക് മുന്നേറിയപ്പോൾ ഇന്ത്യ ഒരു മത്സരം മാത്രം ജയിച്ച് അവസാന സ്ഥാനങ്ങളിൽ നിന്നും സെമി ഫൈനലിലേക്ക് കഷ്ടിച്ച് യോഗ്യത നേടി. നിർഭാഗ്യമെന്ന് പറയട്ടെ, സെമി ഫൈനൽ ഇന്ത്യക്ക് പാകിസ്ഥാനെയാണ് നേരിടേണ്ടി വന്നത്. ഇതോടെ ഇന്ത്യയുടെ മുൻ തീരുമാനം വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടു. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിച്ചതിന് പിന്നാലെ സെമി ഫൈനലിൽ കളിക്കാനില്ല എന്ന് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പ് ടീം അധികൃത ടൂർണമെന്റിൽ കടക്കാർക്കരമായ ഇംഗ്ലണ്ട് ആൻഡ് വൈൽസ് ക്രിക്കറ്റ് ബോർഡിനെ ഔദ്യോഗികമായി അറിയിച്ചു. ഇതോടെ ഇന്ത്യ ടൂർണമെന്റിൽ നിന്നും പുറത്താവുകയും പാകിസ്ഥാനെ ഫൈനലിലേക്ക് വാക്കോവറിലേക്ക് ലഭിക്കുകയും ചെയ്തു. നാളെ നടക്കുന്ന ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക 2ാം സെമി ഫൈനലിൽ വിജയികളെയാണ് പാകിസ്ഥാൻ ഫൈനൽ നേരിടുക. ഇന്ത്യയുടെ ഈ തീരുമാനം രാഷ്ട്രീയ വിഷയങ്ങളെയും ഭീകരാക്രമണങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് കായിക രംഗത്തും ഇത്തരം കർശനമായ നിലപാടുകൾ ആവശ്യമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. ക്രിക്കറ്റ് എന്ന വിനോദത്തെക്കാൾ വലുതാണ് രാജ്യത്തിന്റെ പ്രതിരോധം എന്ന വ്യക്തമായ സന്ദേശം ഇന്ത്യ ഇതിലൂടെ നൽകുന്നു. ഗ്രൂപ്പ് ഘടകത്തിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ നിന്നും ഇന്ത്യ ടീം പിന്മാറിയപ്പോൾ ഇരു ടീമുകളിലെയും താരങ്ങൾ തമ്മിൽ കടുത്ത വാക്പോരുകൾ ഉടലെടുത്തു. പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദ് ഇന്ത്യയുടെ പിന്മാറ്റത്തിന് നേതൃത്വം നൽകിയ ശിഖാർ ധവാൻ ചീമുട്ട എന്ന് വിശേഷിപ്പിച്ചതും വലിയ വിവാദമായി. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എന്ത് സംഭവിച്ചാലും താൻ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇറങ്ങില്ല എന്ന് ധവാൻ ഉറച്ച നിലപാടെടുത്തിരുന്നു. സെമി ഫൈനലിൽ ഇന്ത്യയുടെ പിന്മാറ്റത്തിലൂടെ ആ തീരുമാനം ധവാൻ ആവർത്തിക്കുകയാണ്. ശിഖാർ ധവാന്റെ ഈ നിലപാട് വ്യക്തിപരമായ ഒരു തീരുമാനമായി മാത്രം കാണാൻ കഴിയില്ല. ഒരു കളിക്കാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയാണ്. രാജ്യത്തിന്റെ വേദനയും വികാരങ്ങളും ഉൾക്കൊണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ധവാൻ. ഇത്തരം സാഹചര്യങ്ങളിൽ കളിക്കാർക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ പൊതുവായ നിലപാടുകൾ മാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിശ്വസിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കൺട്രോൾ ബോർഡും സർക്കാരും തമ്മിൽ ഈ വിഷയത്തിൽ വ്യക്തമായ ധാരണയുണ്ട്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവുമായി കായിക ബന്ധങ്ങൾ പുനരാരംഭിക്കുന്നതിൽ ഇരുവരും വിമുക്ത കാണിക്കുന്നു. ഇത് കേവലം ഒരു കായിക തീരുമാനം എന്നതിലുപരി രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ ഭാഗം കൂടിയാണ്. ഇന്ത്യയുടെ ഈ തീരുമാനം ലോക ക്രിക്കറ്റിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കായിക രംഗത്തെ രാഷ്ട്രീയ ഇടപാടുകളെ കുറിച്ചും പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഭീകരവാദത്തിന്റെ ഇരകളായി മാറിയ ഒരു രാജ്യത്തിന് സാധാരണ നിലയിലുള്ള ബന്ധത്തിൽ പുനഃസ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ക്രിക്കറ്റ് ഒരു കളി മാത്രമല്ല, അതൊരു വികാരമാണ്. രാജ്യത്തിന്റെ വേദനകളെയും ഭീകര ആക്രമണങ്ങളെയും അവഗണിച്ച് വെറുതെ കളിച്ചുകൊണ്ടിരിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല. ഈ സംഭവം ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നു. അന്താരാഷ്ട്ര വേദികളിൽ പോലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇത് മറ്റു രാജ്യങ്ങൾക്ക് ഒരു പാഠമാണ്.
കായിക ബന്ധങ്ങൾക്കും സാമ്പത്തിക ബന്ധങ്ങൾക്കും മുൻഗണന നൽകുന്നതിനു മുമ്പ് മാനുഷിക മൂല്യങ്ങൾക്കും സമാധാനത്തിനും പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഭാവിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഭീകരവാദത്തിനെതിരായ നിലപാടിൽ പാകിസ്ഥാൻ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തുകയും ഇന്ത്യയുടെ ആശങ്കകൾക്ക് പരിഹാരം കാണുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധാരണ നിലയിലുള്ള ബന്ധങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യതയുള്ളൂ. അതുവരെ ക്രിക്കറ്റ് കളിക്കളത്തിൽ ഈ പ്രതിരോധം ഇന്ത്യയുടെ നിലപാടിന്റെ പ്രതീകമായി നിലകൊള്ളും.